മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വോൾഫിനെ 4-1 തോൽപ്പിച്ചിട്ട് 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 10ാം സ്ഥാനത്താണ് കിടന്നിരുന്നത്, 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഒരു തിരുത്തുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വോൾഫ് മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡ് നടക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല, വോൾഫിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് നടന്നിരുന്നത്. പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, നമ്മുടെ മത്യാസ് കുൻഹ വോൾഫിലായിരുന്നു. അപ്പോൾ മത്യാസ് കുൻഹ തൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് തിരിച്ചു പോയി ഹോം ഗ്രൗണ്ടിനെതിരെ ഒരു കളി കളിച്ചു എന്നുള്ള ഒരു പ്രത്യേകത കൂടി അതിനുണ്ടായിരുന്നു. എനിവേ 4-1 ഒരു കംഫർട്ടബിൾ വിൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരസ്ഥമാക്കി. ആദ്യ പകുതി ഓക്കെ, ചാൻസുകളും ബോൾ പൊസിഷനും ഒക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൂടെയായിരുന്നു. ആദ്യ പകുതി ഒരു ഗോൾ അടിക്കാനേ പറ്റിയുള്ളൂ. അർദ്ധാവസരങ്ങൾ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുതലാക്കണമായിരുന്നു. പക്ഷേ പല സാധിച്ചില്ല. ഒരു ഗോള് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിച്ചുള്ളൂ. കളി തീർന്നേക്കാൻ മുമ്പ് ഒരു ഗോള് വോൾഫ് തിരിച്ചടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു. മിക്കവാറും ഇതും ഈ എവർട്ടനെതിരെ കളിച്ച പോലെയും അല്ലെങ്കിൽ വെസ്റ്റ് ഹാമിനെതിരെ കളിച്ച പോലെയൊക്കെ ആയിരിക്കും റിസൾട്ടൊക്കെ ആവാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് രണ്ടാം പകുതിയിൽ 3 പെട്ട വെച്ചിട്ട് 4-1 ജയിക്കുന്നത്. പക്ഷേ ഈ കളി കളിച്ച പോരാന്നാണ് എൻ്റെ ഒരു പക്ഷം. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ അവരെ കൊണ്ട് ഗോൾ പോലും അടിപ്പിക്കരുതായിരുന്നു, ക്ലീൻ ഷീറ്റ് വേണമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എനിവേ 4-1 ഹാപ്പിയാണ്. 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ചെൽസി ആയിട്ട് സെയിം പോയിൻ്റാണ് എനിക്ക് തോന്നുന്നത്, ചെൽസി ആയിട്ട്. പക്ഷേ ഗോൾ ഡിഫറൻസിൽ ചെൽസി കൂടുതലാണ്, അത്രയേ ഉള്ളൂ. 1ാം സ്ഥാനക്കാരായ ആഴ്സണലിന് 33 പോയിൻ്റാണ്. ആ കൂടി ആഴ്സണലായിട്ടുള്ള വ്യത്യാസം 5-3-8 പോയിൻ്റ് വ്യത്യാസമാണ് ആഴ്സണലായിട്ടുള്ളത്. പിന്നെ 2ാം സ്ഥാനത്തുള്ള സിറ്റി 31 പോയിന്റ്. അപ്പോൾ ആ കൂടിയിട്ട് 6 പോയിന്റ് വ്യത്യാസം 2ാം സ്ഥാനക്കാർക്ക് എതിരേ ഉള്ളൂ. 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയ്ക്ക് 30 പോയിന്റ്, 5 പോയിന്റ് വ്യത്യാസം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ്. എന്തായാലും വരുന്ന മത്സരങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോയി ജയത്തോടു കൂടി ഇനിയും ടേബിൾ മേലെ കയറിയിട്ട് പ്രീമിയർ ലീഗ് തന്നെയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടേഴ്സിന്. അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരമാണ്. മത്സരം അവസാനം ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടിയൊരു മത്സരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കഴിഞ്ഞത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വോൾഫിൻ്റെ സ്ഥിതി അതീവ ദയനീയമാണ്. ഇതുവരെ കളിച്ച 15 കളിയിൽ നിന്ന് 2 സമനില മാത്രമേ വോൾഫിനുള്ളൂ. 2 പോയിന്റ് വോൾഫിനുള്ളൂ. അത് വളരെ മോശമായ ടേബിൾ സ്റ്റാറ്റാണ്. എനിവേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുമ്പോൾ ഇത് നല്ലൊരു ആത്മവിശ്വാസം നൽകുന്ന വിജയമാണ്. ഇനി ശക്തരായ എതിരാളികൾക്കെതിരെ വരുന്നത് ബോൺമൗത്തും. എനിക്ക് തോന്നുന്നു ബോൺമൗത്ത്, ന്യൂകാസിലെ ആസ്റ്റൺ വില്ലക്കെതിരെ മാച്ചാണ് തോന്നുന്നു. അപ്പോൾ ആസ്റ്റൺ വില്ല, ന്യൂകാസിലെ ബോൺമൗത്തൊക്കെ ആയിട്ട് മത്സരങ്ങൾ ശക്തമായ എതിരാളികളാണ്. അവർക്കെതിരെയും ഇതേ മൊമെന്റം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ടേബിളിൽ മേലോട്ട് ഉയർന്നു വരണം.